നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് AICC നേതൃത്വത്തോട് കെ സുധാകരൻ. തെരഞ്ഞെടുപ്പിന് മുൻപ് നേതൃമാറ്റം ഗുണം ചെയ്യില്ല എന്നാണ് കെ സുധാകരന്റെ നിലപാട്. കെ സുധാകരന്റെ ആവശ്യം നേതൃത്വം അംഗീകരിച്ചുവെന്നാണ് സൂചന. ഡൽഹിയിലെത്തി AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് KPCC നേതൃമാറ്റ ചർച്ചകൾ വീണ്ടും സജീവമായത്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. താൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നേതൃത്വത്തെ സുധാകരൻ അറിയിച്ചെന്ന വിവരങ്ങളും പുറത്തുവന്നു. എന്നാൽ സുധാകരൻ അത് പൂർണ്ണമായും തള്ളി. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എൻ്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ആരെ പേരും നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ. മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സുധാകരൻ മുന്നോട്ട് വെച്ചത് ഒറ്റ ആവശ്യം മാത്രമാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം. LDF സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നതാണ് തന്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതിനിടയിൽ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ വ്യക്തിപരമായി പ്രയാസമുണ്ടാക്കുമെന്നും സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചു. ഉടൻ നേതൃമാറ്റം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് ലഭിച്ച ശേഷമാണ് സുധാകരൻ ഡൽഹിയിൽ നിന്നും മടങ്ങിയതെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ DCC പുനഃസംഘടന വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും AICC നേതൃത്വത്തോട് കെ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രവർത്തക സമിതി അംഗമായ താൻ അറിഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ ശശി തരൂർ MP. എൻ്റെ അറിവിൽ എനിക്കിതിനെക്കുറിച്ച് ഒരു വാക്കുമില്ല. ഞാനൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ മാധ്യമത്തിൽ നിങ്ങളത് പറയുന്നതെന്ന് കേട്ടു, പക്ഷെ ഞാൻ ഒഫീഷ്യൽ സോഴ്സ് ഒന്നും കേട്ടിട്ടില്ല. നിലവിൽ KPCC പ്രസിഡന്റ് മാറേണ്ട സാഹചര്യമില്ലെന്ന് കെ മുരളീധരൻ. അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അങ്ങനെ കേരളത്തിന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. അതെന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. KPCC പുനഃസംഘടന വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അവരുടെ തീരുമാനം എന്തെന്ന് തനിക്കറിയില്ലെന്നും ചെന്നിത്തല പ്രതികരിച്ചു. 24 കണ്ണൂർ.